ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമായിട്ടാണ്. നമ്മുടെ ചേമ്പും താള് വെച്ചിട്ടൊരു വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ചേമ്പും താള് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ചേമ്പും താള് കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് സൗകര്യം കുറവായതുകൊണ്ട് ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ കൃഷി ചെയ്തതാണ് ഈ ചേമ്പ്. അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് താള് മുറിച്ചെടുത്തത്. അപ്പോൾ നീലത്തണ്ടനും ഉണ്ട്, അത് കണ്ടിച്ചേമ്പിൻ്റെ താള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. നീലത്തണ്ടിൻ്റെ പിന്നെ കൂമ്പെടുക്കാൻ നോക്കിയപ്പോൾ 2 എണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ആ കണ്ടിച്ചേമ്പിൻ്റെ കൂടെ ഒരു താള് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ കൂമ്പലേ ഉണ്ട്. അപ്പോൾ അതും നമുക്കിത് കറിയിലിടാൻ നല്ല ടേസ്റ്റാണ്, കൂമ്പലിടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അതിന് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ തൊലി കളയണം. തൊലി നമുക്ക് നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നീട്ട് ഉരിഞ്ഞു പോരും. അപ്പോൾ നമുക്കതെല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം, ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടിയണേ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചേമ്പുംതാള് വെച്ചിട്ട് ഒരു പുളിങ്കറി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ പുളിങ്കറി മാത്രമല്ല, നമുക്ക് തേങ്ങ വറുത്തരച്ചും കൂടെ നമുക്ക് ചേമ്പുംതാള് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാടൻ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി കൂടി മാത്രം നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ചില താളിന് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടിപ്പ് പറഞ്ഞിരുന്നു. തിളച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 5 മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാനിതിനായിട്ട് മൺചട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ നാടൻ കറിയാകുമ്പോഴത്തേക്ക് നമുക്ക് മൺചട്ടി വെക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റും നല്ലത്, നമ്മുടെ ഹെൽത്തിനുമൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൺചട്ടിയിലേക്ക് കഴുകിയെടുത്ത താള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വറയിലിടുന്നില്ല, ലാസ്റ്റ് കറി വെച്ച് കഴിഞ്ഞിട്ടാണ് വറ കൊടുക്കുന്നത്, കടുക് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ അത് വേകാനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. താളിനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. വെള്ളം ഒഴിച്ച് വെച്ച് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ തേങ്ങ വറുത്തരക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ തേങ്ങ വറുക്കാൻ വെച്ചത്. അപ്പോൾ എണ്ണ ഉടനെ ഒഴിക്കേണ്ട ആവശ്യമില്ല, തേങ്ങ ഒന്നും മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ താള് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. വേകാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ എണ്ണ അല്പം ആ തേങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കിലാണ് നമ്മൾ തേങ്ങ വറുക്കണമെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, അടിക്ക് പിടിക്കത്തൊന്നുമില്ല, കരിയേയില്ല. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിട്ട സമയത്ത് ചേമ്പും താളിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് വാളംപുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയും താളും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങാപ്പീര നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ തേങ്ങയിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചേർത്തിട്ടുള്ളൂ, നമ്മൾ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ താളിവിടെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്, നല്ല പുളിയൊക്കെ പിടിച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ അരച്ച് വെച്ച കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുത്തത് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. ഇനി നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ജാറ് കഴിയ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ എണ്ണ ഒഴിച്ചൊക്കെ ആണല്ലോ വറുത്തത്, അപ്പോൾ ആ എണ്ണമയമൊക്കെ കറിയിലുണ്ട്. അപ്പോൾ അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കടുകും കൂടെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ആ ഒരു ആവശ്യമേ ഇല്ല, ഈ കറി കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റത്തില്ല, പക്ഷേ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയാം.
താളുകറി എല്ലാവരും വെക്കുന്നതുമാണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയും പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളേ. അപ്പോൾ ദേ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഒരു പിഞ്ച് ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. വാളംപുളി ഒഴിച്ചുള്ള കറിയല്ലേ, അപ്പോൾ അല്പം ഒരു പിഞ്ച് ശർക്കര അതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കറിക്ക്. ഓപ്ഷനിലാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഇത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. മാത്രമല്ല ആദ്യമായിട്ട് വീഡിയോ കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാക്കിയേക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.